ഹായ്! നമുക്കിന്ന് പാനിപൂരി ഉണ്ടാക്കിയാലോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സവോളയും 3 പച്ചമുളകും 3 ഉരുളക്കിഴങ്ങും കുറച്ച് മിൻറ്റ് ലീഫും കുറച്ച് കൊറിയാണ്ടർ ലീഫും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ആ ഉരുളക്കിഴങ്ങ് കുട്ടന്മാരെ നല്ലോണം പീൽ ചെയ്തത് നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യാതെ നമുക്ക് വേവിക്കാം. ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നമുക്ക് കുക്കറിനകത്തിട്ട് 2 വിസിലടുപ്പിച്ചാലും മതി. ഞാനിവിടെ പാനിലിട്ട് നല്ലോണം വേവിച്ചാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ആ സവോള കുട്ടനെ നമുക്കെടുത്തിട്ട് അങ്ങോട്ട് കുനു കുനാന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു പച്ചമുളക് ഞാൻ കുനു കുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. എന്ന് വെച്ചാൽ ഇതിന് നല്ല എരിവാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് എത്രയെന്ന് വെച്ചാൽ എടുത്തോ. എനിക്ക് എരിവ് അത്ര ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തുള്ള സാധനങ്ങളൊക്കെ എല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഉരുളക്കിഴങ്ങിനെ ഞാനൊരു പാനിലോട്ടാക്കി അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പുളിയും കുറച്ച് ശർക്കര വെള്ളവും അല്ലെങ്കിൽ ശർക്കര പൊടിയായാലും മതി. ഞാൻ ഇവിടെ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം നല്ലോണം കുഴച്ചങ്ങോട്ട് എടുക്കുക. 2 വരെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പുതിനയും നമ്മളെ കൊറിയാണ്ടറും എല്ലാം കൂടെ എടുത്ത് ഒരു മിക്സിയിലിട്ടിട്ട് ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും, ഞാൻ ആദ്യം ഇഞ്ചി ഇടാൻ മറന്നുപോയി. പിന്നെ എൻ്റെ അമ്മയാണ് വെച്ചാൽ ഈ ഇഞ്ചി ഉപ്പുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ വാരി ഒറ്റയടിക്ക് ഇട്ടിട്ട് ഞാൻ പോയി മിക്സ് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് പാനിപൂരിയുടെ പൂരിയും നല്ലോണം പൊരിച്ചെടുത്തിട്ട് എല്ലാം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് കണക്ക് കുത്തി അങ്ങോട്ട് പൊട്ടിക്കണം. ഇത് പൊട്ടിക്കാൻ നല്ല സുഖമാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ആ സ്മാഷ് ചെയ്ത ഉരുളക്കിഴങ്ങും കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കിത്തിരി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ കൂടുതലങ്ങ് എടുത്തു. അത് കഴിഞ്ഞ് ആ വെള്ളം രണ്ടും ഒഴിക്കുക. ഇത് രണ്ടും വെച്ച് കഴിക്കാം. ഇത് രണ്ടല്ലാതെയും കഴിക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഒറ്റയടിക്ക് അങ്ങോട്ട് വായിലോട്ട് വെച്ച് ഒന്ന് ടേസ്റ്റ് അനലൈസ് ചെയ്യാൻ എനിക്ക് ഇത്തിരി സമയം വന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി എന്തൊക്കെ പറഞ്ഞാലും. ഇനി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ആ പുളിവെള്ളം മാത്രം വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ പുളിവെള്ളം കൊള്ളാം കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് പുളിയും മധുരവും പണ്ടത്തെ പുളിമുട്ടായി എന്നൊക്കെ പറഞ്ഞു എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ കുറച്ച് സവോളയും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തൊട്ടെടുത്തിട്ടിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് വായിലോട്ടിട്ടു. അതും ഒരു എന്തൊക്കെയോ പോലെ തോന്നി. പക്ഷേ എനിക്ക് തോന്നിയത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സൂപ്പറാണ്.